ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാവർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 2025 മാറിയ പുതിയ പാഠപുസ്തകമാണിത്. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റ് പേപ്പേഴ്സ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആനുവൽ എക്സാം, മോഡൽ എക്സാം, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം, ഓണം എക്സാം, എല്ലാത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറുകളും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് ഗിഡ്കിയാണ്. ഗിഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ, ജനലുകൾ എന്നാണ് അർത്ഥം കേട്ടോ. ഈ കൈ ഏക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ആദ്യ ചാപ്റ്റർ ആണ് ഗിഡ്കി. ഒരു ലഘു കഥയാണ് ഗിഡ്കി. നമുക്ക് ആ കഥ ആദ്യം വായിക്കാം. അതിൻ്റെ മലയാളം മീനിങ്സ്, മലയാളം അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൽ പറയുന്നതായിരിക്കും. ശേഷം അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇത്രയുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇക്കായി ഏക്കാണ്. സഫ്രോം കി ജുഗൽബന്ദി എന്നാണ് യൂണിറ്റിന്റെ പേര് വരുന്നത്. സഫ്രോം കി ജുഗൽബന്ദി. ഓക്കെ, ഇക്കായി ഏക്ക് എന്താ? സഫ്രോം കി ജുഗൽബന്ദി ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നു, ഈ സഫർ മേ നീന്ത് ऐसी गो गई हम न सोए रात तक कर सो गई. രാഹി മാസൂം റസാറിൻ്റെ ആണ് ആ കോട്ടിങ്സ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. അതിൽ ഒരു ഉദ്ഘോഷണ, ഒരു അനൗൺസ്മെന്റ് ആണ്. യാത്രിക കൃപയ ധ്യാൻ ദേ, गाड़ी नंबर 16348 तिरुवनंतपुरम से मैंगलोर तक जाने वाली തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 पर आ रही है. നമ്മൾ പ്ലാറ്റ്ഫോമിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കും അല്ലേ? ആ അനൗൺസ്മെന്റ് ഹിന്ദിയിൽ അവിടെ തന്നിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ പോകുന്ന തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരിക്കുന്നു. ഇതാണ് ഈ പറയുന്ന അനൗൺസ്മെന്റ്. സോ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഡിബ്ബെ കെ അന്തർ കെ കാര്യകലാപോ കി കൽപ്പന കരെ ഓർ അഭിനയ കർക്കെ ദിക്കായെ എന്നാണ്. ഇത് നിങ്ങൾക്ക് ആക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം ട്രെയിനിനകത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മൾ അവിടെ ഇരിക്കുന്നു, കുറേ പേര് സ്ലീപ്പറിലാണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു അല്ലേ? കുറേ പേര് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അത് കൂടാതെ ചായ വിൽക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചായ അല്ലാതെ സ്നാക്സ്, എണ്ണക്കടികൾ വിൽക്കാൻ വരുന്നവരുണ്ടാവും. ബിസ്ക്കറ്റുകൾ വിൽക്കാൻ വരുന്നവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് എല്ലാം വിൽക്കാൻ വരുന്നവരുണ്ടാവും. അപ്പം ഇങ്ങനെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം അവരവിടെ തന്നിട്ടുണ്ട്. ചായ് വാല ചായ് ബേച്ച് റഹാ ഹെ തന്നിട്ടുണ്ട്. ചായക്കാരൻ ചായ വിൽക്കാൻ വരുന്ന ആൾ ചായ കൊടുക്കുന്നു. അത് കൂടാതെ ടി ടി വരും, ചെക്ക് ചെയ്യാൻ, ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ടി ടി വരും അല്ലേ? അതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ട്രെയിനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വേഷങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ ടാസ്ക്. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇനിയാണ് നമ്മൾ ലഘു കഥയിലേക്ക് കടക്കുന്നത്. ഗിഡ്കി നമുക്ക് നോക്കാം. होशियारपुर से शादी का बुलावा आया था, ट्रेन से जाना तय हुआ, सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. അപ്പം എന്താ പറയുന്നത്? ഹോഷിയാർപൂരിൽ നിന്ന് ഒരു കല്യാണം വിളി വന്നിട്ടുണ്ട്. ഒരാള് കല്യാണം വിളിച്ചിരിക്കുന്നു അല്ലെ? വിവാഹം ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ ട്രെയിനിലാണ് ഇവർ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി തി, ശൈത്യകാലം ആരംഭിച്ചു. അതിനാൽ AC യാത്ര, അത് തണുപ്പുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ എന്ത് വേണ്ട, AC ട്രാവൽ ചെയ്യണ്ട, പകരം ജനറൽ കോച്ചിൽ തന്നെ പോവാം, ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ പോവാം. അപ്പോൾ അതിലും കുറച്ച് ജനറലിൽ പോകുന്നതിൻ്റെ ഒരു യാത്രയും ആസ്വദിക്കാമല്ലോ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കഥ പറയുന്ന ആൾ കേട്ടോ. പെഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയെ. ആദ്യം ഈ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ജനറലിൽ പോകാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരാദ്യം എന്ത് ചെയ്തു? കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇത് കേട്ടപ്പോൾ കുറച്ച് അസ്വസ്ഥമായിരുന്നു അവർ. पर फिर दौड़ी ना नुगुर के बाद मान गए. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് മടിച്ചതിന് ശേഷം അവർ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफर. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്രയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. എവിടേക്ക്? ഹോഷിയാർപൂരിലേക്ക്. അപ്പോൾ ഇവർ എവിടെ കല്യാണത്തിന് പോണത്? ഹോഷിയാർപൂരിലാണ് പോണത്. സീറ്റെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. തോ ജ്യാദാ പരേഷാനി നെഹി ഹുയി. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് തിരക്ക് കൂട്ടി പോകേണ്ട കാര്യങ്ങളില്ല.
കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് സീറ്റ് കിട്ടും അല്ലേ, അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് പതുക്കെ പോയാൽ മതി. ബച്ചോംനെ ചട്ട് ഗിഡ്ഗി വാലി സീറ്റ് ചപ്പട്ലി. അപ്പം ഇവര് ട്രെയിനിൽ കയറിയതും കുട്ടികൾ, നിങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അല്ലേ, പെട്ടെന്ന് വിൻഡോ സീറ്റ് തന്നെ സെലക്ട് ചെയ്തു, ജനലോരത്തെ സീറ്റിൽ കയറി കുട്ടികൾ അങ്ങോട്ട് ഇരുന്നു. സാരാ സാമാൻ സേറ്റ് കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയേ. എല്ലാ ലഗേജുകളും സാധനങ്ങളും സജ്ജീകരിച്ച ശേഷം ഭാര്യയും എന്ത് ചെയ്തു, അവരും പോയി അവിടെ ഇരുന്നു. ഇതുപോലെ ഇതിൽ കാണുന്ന പോലെയാണ് അവർ ഇരിക്കുന്നത്. ഇതിൽ പക്ഷെ ജനലോരത്തല്ല കുട്ടികൾ, പക്ഷെ ഇതാണ് അവർ കേട്ടോ, പറയുന്ന ഫാമിലി, അവരുടെ 2 കുട്ടികൾ, അതാ ഭാര്യ, അയാള്. ദീദി ജമ്മു കി ഷോൾ ലേലോ ബഹുത് ബഡിയാ ഹെ. അപ്പോൾ ഇവരവിടെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ആര് വന്നു, ഒരു കച്ചവടക്കാരി എത്തി. ചേച്ചി ജമ്മുവിലത്തെ ഷോളാണ്, ജമ്മു കാശ്മീരിൽ ലഭിക്കുന്ന അവിടുത്തെ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ ഷോൾ കേട്ടോ. അവിടെ ഷോൾസ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ജമ്മുവിലെ ഷോളാണ്, വളരെ ഇമ്പോർട്ടൻ്റ്, നല്ല സാധനമാണ്, വാങ്ങിക്കൂ എന്ന് പറയുകയാണ്. रंग बिरंगी शॉलों का बाहरी गटर उड़ाए एक सावली सलोनी कश्रारी आंगों वाली युवती पत्नी को ഇസ്രാർ കർണേ ലഗി. അപ്പോൾ രംഗ് ബിരങ്കി കളർഫുൾ ഷോളുകൾ നിറഞ്ഞ ഒരു കെട്ടുമായിട്ടാണ് ഈ ലേഡി വന്നിരിക്കുന്നത്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, വർണ്ണാഭമായിട്ടുള്ള അവരുടെ ഷോളുകളൊക്കെ കാണിച്ച് ഇയാളുടെ ഭാര്യയോട് എന്ത് ചെയ്യാൻ, എടുക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. പിന്നെന്താ പറയുന്നത്, एक सावली सलोनी कश्रारी आंगों वाली युवती എന്നാണ് പറയുന്നത്. അത് കറുത്ത കണ്ണുകളുള്ള ഒരു ലേഡി. ഓക്കെ, കിതനെ കി ഹേ 2800 की. അപ്പോൾ ചോദിക്കുകയാണ് എത്ര രൂപയാണ് ഇതിനെന്ന് നമ്മുടെ ഈ കഥ പറയുന്ന ആളുടെ ഭാര്യ ചോദിക്കുന്നു. 2800 की 250 രൂപ എന്ന് പറയുകയാണ് ആ യുവതി. ആ ലേഡി പറയാണ്, ഇത്നി മഹങ്കി, ഇത്രയും വില കൂടുതലോ, ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും, നിങ്ങൾ കുറച്ച് കൂടുതൽ എടുത്താൽ കുറച്ച് തരാമെന്ന് പറയുകയാണ് ഈ കച്ചവടക്കാരി. നമ്മളെപ്പോഴും ഒരു കടയിൽ പോയിട്ട് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് തരില്ല അല്ലേ, കുറച്ച് കൂടുതൽ എടുത്താൽ കുറച്ച് തരാമെന്ന് പറയും. മുझे ദുക്കാൻ കോൽത്തി ഹേ ക്യാ. അപ്പം നമ്മുടെ ഇയാളുടെ ഭാര്യ ഉടനെ ചോദിക്കും, എനിക്ക് എന്താ കട തുടങ്ങാനാണോ, കുറെ കൂടുതൽ എടുത്തിട്ട് പോയിട്ട് ഞാൻ എന്താ കട തുടങ്ങാനാണോ ചോദിക്കും. ലേ ലോന, എടുക്കൂ. ബഹനോ ഓർ ബാബിയും കെ ലിയേ, നിങ്ങളുടെ അനിയത്തിമാരോ ചേച്ചിമാരോ അവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ കൊടുക്കാലോ എന്ന് പറയും. मैंने पत्नी को इशारा किया तो उसने आंगों തേർക്കർ मुझे चुप रहने का संकेत दिया. അപ്പം നമ്മളുടെ ഈ ആള്, ഇതിലെ കഥാനായകൻ, അയാൾ എന്ത് ചെയ്യുന്നു, കണ്ണുകൊണ്ട് ഭാര്യനെ ഇങ്ങനെ നോക്കിയിട്ട് വേണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, വേണ്ട എന്ന് പറയണ പോലെ നോക്കും. അപ്പോൾ ഭാര്യ തിരിച്ച് എന്ത് ചെയ്യും, മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും. മനസ്സിലായില്ലേ, ഇയാളെ രൂക്ഷമായി നോക്കിയിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കും. അച്ഛാ 5 പീസ് ലൂ തോ കിത്തനാക്കി ദോഗി. ശരി, ഞാൻ 5 പീസ് ഷോൾ എടുക്കാം, എങ്കിൽ എനിക്ക് എത്ര രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കുകയാണ്. 200 രൂപയെ പെർ പീസ് ലേ. ഒരു പീസിന് 200 രൂപ എടുത്തോളൂ പറയും. 200 രൂപയ്ക്ക് തരാമെന്ന് പറയും, പെർ പീസ് കേട്ടോ. 100 രൂപയെ പെർ പീസ്. അപ്പോൾ ഇവർ പറയും പറ്റില്ല, 100 രൂപ തരാം, ഒരു ഷോളിന് 100 രൂപ, 100 രൂപയ്ക്കാണെങ്കിൽ എടുക്കാൻ പറയും. ദീദി സോ തോ ബഹുത് കം ഹേ. അപ്പോൾ അവർ പറയോ, അയ്യോ ചേച്ചി എന്താണ് 100 രൂപ എന്ന് പറയും, ഇവർ 250 രൂപ പറഞ്ഞ ഷോളാണ് 100 രൂപയ്ക്ക് ബാർഗൈൻ ചെയ്ത് ചോദിക്കുന്നത് അല്ലേ, അപ്പം 100 രൂപ വളരെ കമ്മിയല്ലേ, കുറവല്ലേ. കഹത്തെ ഹുയി ഉസ്കാ ഗല റൂന്ത് ഗയ ഓർ ഉസ്കി കശ്രാരി ആംഗേം ബർ ഗയി. അപ്പോൾ അവരുടെ തൊണ്ട ഇടറി പറയുമ്പോൾ 100 രൂപയ്ക്കൊക്കെ കുറച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആകെ വിഷമായി, അവരുടെ തൊണ്ട ഇടറി, അവരുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൽ ന തേരി ന മേരി 150 പെർ പീസ്. അപ്പം ശരി, നിനക്കും വേണ്ട എനിക്കും വേണ്ട, 150 രൂപയ്ക്ക് ഉറപ്പിക്കാൻ പറ്റുമോ ചോദിക്കും ഒരു പീസ്. അച്ഛാ ദീദി ടീക്കെ. അപ്പോൾ ഇവർ പറയാം ശരി ചേച്ചി ഓക്കെ, ഒരു പീസ് 150 രൂപയ്ക്ക് എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ പറയും. ലോ രംഗ് പസന്ദ് കർ ലോ, ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തോളാം പറയും. കുച്ച് സോച്തേ ഹുയേ ഉസ്നെ കഹാ ഓർ ഗട്ടർ പത്നി കെ സാമനെ സർക്കാ ദിയ. അപ്പോൾ കുറച്ച് ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ബാണ്ടുണ്ടല്ലോ, ഈ ഷോൾ അടങ്ങിയിട്ടുള്ള കെട്ടുകൾ ഭാര്യയുടെ മുന്നിൽ വെക്കും. പത്നിനെ 5 ഷോളോ അലഗ് കർ ലി ഓർ മേരി ഓർ ദേഖ് രൂപയെ ദേനെ കാ ഇഷാര കിയ. ഭാര്യ വേഗം അതിൽ നിന്ന് 5 ഷോളുകൾ സെലക്ട് ചെയ്ത് എടുത്തു മാറ്റിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാളെ നോക്കിയിട്ട് കണ്ണ് കാണിച്ചു. मैंने चट 750 रुपये निकाल कर दे दिया.
750 രൂപ, 5 ഷോളല്ലേ എടുത്തത്, 750 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. അപ്പോൾ അവർ ആ കച്ചവടക്കാരി പോയതിനു ശേഷം ഇയാളുടെ ഭാര്യ എന്താ പറയുന്നത്, वो एक बार में ही 150 में मान गई, गलती की दौड़ा തോൽമോൽ और करना चाहिए था. അപ്പോൾ അവർ പറയൂ 150 രൂപ ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ തവണ പറഞ്ഞപ്പോൾ തന്നെ അവർ സമ്മതിച്ചു, കുറച്ചും കൂടി പറഞ്ഞ് വില പേശാമായിരുന്നു. എന്തിന്, അപ്പോൾ കുറച്ചുകൂടി പൈസ അവർ കുറച്ച് തരുമായിരുന്നു എന്നാ പറയണ കേട്ടോ. ഭാര്യ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. അവൾ ഒറ്റയടിക്ക് 150 രൂപ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. തെറ്റുപറ്റി, കുറച്ച് കൂടിയിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കുറച്ച് ചോദിക്കാമായിരുന്നു എന്ന് പറയാണ്. और मेरी सुई अतीत में जा अटकी थी. അപ്പോൾ ഇയാളുടെ ചിന്തകൾ പാസ്റ്റിലേക്ക് പോയി, പണ്ടത്തെ ഇയാളുടെ കാലത്തിലേക്ക് ഇയാൾ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकते में सोच रहा था. മകളെ മടിയിലിരുത്തിയിട്ട് ആ ട്രെയിനിന്റെ ജനലിലൂടെ പുറത്ത് നോക്കി ഇദ്ദേഹം ആലോചിക്കുകയാണ്. മേരെ പിതാ ബി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്. ഇയാളുടെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ സാധനങ്ങൾ വിറ്റ ശേഷം ജബ് തക്കി ഹാരെ ഗർ ആത്തെ, അതായത് വളരെ ടയേർഡ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ തോ ഉൻകി ആങ്കോ മേ ബി വഹി നമീതി, അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഞാൻ അതേ നനവ് കാണുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആങ്കോ മേന്തി, ഇന്ന് ഞാൻ ആ സ്ത്രീയുടെ, ആ കച്ചവടക്കാരിയുടെ കണ്ണുകളിൽ കണ്ട അതേ കണ്ണീർ, അതേ ആ ഒരു നനവ് അന്ന് എൻ്റെ അച്ഛനും ഇതുപോലെ ട്രെയിനിൽ കച്ചവടം ചെയ്ത് വിറ്റതിന് ശേഷം ഇയാളുടെ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ നനവ് അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് കഥ. ഈ സ്റ്റോറിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇത് തന്നെയാണ് മീനിങ്സ് വരിക. ഞാൻ ഓരോ മീനിങ് ആയിട്ട് എടുത്ത് പറയാത്തത്, മൊത്തത്തിലുള്ള സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് മീനിങ് വൈസ് ഒന്നും എടുത്ത് എക്സാമിനോ എവിടെയും ചോദിക്കില്ല. മൊത്തത്തിൽ നിങ്ങൾ മീനിങ്സ് മനസ്സിലാക്കി വെക്കുക, ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഇനി വരുന്നത് ആദ്യ ചോദ്യം, AC के बजाय जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता? AC-യിൽ പോണ്ട എന്ന് പറഞ്ഞ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകാൻ ഇവർ തീരുമാനിക്കുന്നു, ജനറൽ കോച്ചിൽ പോവാൻ. ഇതിൽ എന്താണ് ഇതിന്റെ അർത്ഥം, എന്തായിരിക്കാമെന്നാണ് ആൻസർ. പതി അക്സർ AC कोच में यात्रा करता है. कोच AC हो या जनरल, अपनी विशेषता होती है. वह इस बार जनरल कोच की विशेषताएं समझना और उसका आनंद लेना चाहता है. അപ്പം ഇത്തവണ എന്താണ്, ഇയാൾ ഓൾറെഡി എപ്പോഴും എന്താണ് AC കോച്ചിൽ പോവാറുള്ളതാണ്. പിന്നെ ഇവിടെ ചേർത്തേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ആ മോസമിൻ്റെ കാര്യം. അതായത് നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റ്, സർദി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇടയിൽ ചേർത്താൽ, ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു വിശേഷതയും അറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. യുവതി കാ ഗല റൂൻ ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹെ. ആ യുവതി, ആ കച്ചവടക്കാരി സംസാരിക്കുമ്പോൾ അവരുടെ തൊണ്ടയിടറി, അതിന് കാരണം എന്താണ്? യുവതി പ്രത്യേക് ഷോൾ കെ ലിയെ 2800 रुपये മാങ്തി ഹെ. യുവതി 250 രൂപയ്ക്ക് കച്ചവടം പറഞ്ഞപ്പോൾ ദോനോ മേ തോൾ മോൾ ഹോത്താ ഹെ और പത്നി സിർഫ് 100 रुपये ദേനാ ചാഹത്തി ഹെ. രണ്ടുപേരും തമ്മിൽ ആ ബാർഗൈനിങ്ങും തർക്കങ്ങളും ഉണ്ടായി. ഇയാളുടെ ഭാര്യ 100 രൂപയ്ക്ക് വേണമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴാണ് സുൻകർ ഉസെ ദുഃഖ് ഹുവ ഓർ ഗല റൂൻ ഗയ, ഇത് കേട്ടപ്പോൾ സങ്കടം വന്നിട്ടാണ് ആ കച്ചവടക്കാരിയുടെ തൊണ്ടയിടറിയത്. അടുത്തത്, वो एक बार में ही 150 में मान गई, गलती की दौड़ा തോൽമോൽ और करना चाहिए था. ഒരു തവണ തന്നെ 150 പറഞ്ഞപ്പോൾ അവർ ആ ലേഡി ഓക്കെ പറഞ്ഞു, കച്ചവടക്കാരി. കുറച്ചു നേരം കൂടി ബാർഗെയിൻ ചെയ്യണമായിരുന്നു. इस कथन से लोगों के किस मनोभाव का परिचय मिलता है? ഈ ഒരു സെന്റൻസിൽ നിന്ന് ഇന്നത്തെ ജനങ്ങളുടെ ഏത് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? മനുഷ്യ बहुत कम कीमत पर चीजें पाना चाहता है.
ആളുകൾ ഏറ്റവും കുറവ് പൈസയ്ക്കാണ് സാധനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുക. നമ്മളും അങ്ങനെയല്ലേ, ഡിസ്കൗണ്ട് എവിടെ കിട്ടണോ അവിടെ കയറി സാധനങ്ങൾ വാങ്ങാൻ നോക്കും. അത് തന്നെയാണ് ഇവിടുത്തെ ആറ്റിറ്റ്യൂഡും മനോഭാവം. അതഹ എ ബി എക് സ്വാഭാവിക് വിചാർ ഹൈ, ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു വിചാരമാണ്. എല്ലാവരും അങ്ങനെയാണല്ലേ, എവിടെയാണോ കുറച്ച് പൈസ കുറവ് അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കും. യുവതി യദി ഏകായേക് 150 में नहीं मानती तो ऐसे विचार नहीं होता. അപ്പോൾ അവർ എന്താ പറയുക, 200 രൂപ 150 രൂപയ്ക്ക് സമ്മതിച്ചത് കൊണ്ടാണ് കേട്ടോ. 150 രൂപയ്ക്ക് സമ്മതിച്ചില്ലായിരുന്നു വെച്ചാൽ അവിടെ കച്ചവടം നടക്കില്ലായിരുന്നു. 150 രൂപയ്ക്ക് സമ്മതിച്ചത് കൊണ്ടാണ് ഇനിയും കുറച്ച് ചോദിക്കായിരുന്നു എന്ന് ഇവർക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്തത് ഉൻകി ആങ്കോ में भी वही नमी थी जो आज उस युवती की आंखों में थी. लेखक के पिताजी और उस युवती में कौन सी समानता हो सकती है. അപ്പോൾ ഇതിൽ പറയുന്ന ലേഖകൻ, ഈ കഥാകാരൻ്റെ അച്ഛനും ഈ കച്ചവടം ചെയ്യാൻ വന്ന യുവതിയും തമ്മിൽ എന്ത് സിമിലാരിറ്റിയാണുള്ളത്, എന്ത് സമാനതകളാണുള്ളത്? കാരണം ആ യുവതിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ കണ്ണീർ, അതേ നനവ് അന്ന് അച്ഛൻ്റെ കണ്ണുകളിലും കണ്ടിരുന്നു എന്ന് ലേഖകൻ ഇവിടെ പറയുന്നുണ്ട്. दोनों रेलगाड़ी में സാമാൻ ബേച്ച്നെ വാലെ, രണ്ടാളും റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽക്കുന്നവരായിരുന്നു. प्रत्येक दिन मन की ये चिंता होगी कि आज कुछ बिकेगा कुछ फायदा मिलेगा. പിന്നെ എന്താണ്, ഓരോ ദിവസങ്ങളും അവർക്ക് ഇങ്ങനത്തെ ചിന്ത ഉണ്ടാവില്ല, ഇന്ന് എന്തെങ്കിലും വിൽക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റില്ലേ എന്നുള്ളതൊക്കെ. मन की इस तनाव का असर शरीर पर भी प्रकट होगा. പിന്നെ അതുപോലെ തന്നെ ബാർഗൈനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൻ്റെ സംഘർഷം അവരുടെ ശരീരത്തിലും പ്രകടമായിരിക്കും. ഏ സമാനത ദോനോ മേ ഹി ഹോ സക്തി ഹെ, ഇത് രണ്ടുപേരിലും ഈ സിമിലാരിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ഇനി ഇതിലെ പ്രവർത്തനങ്ങളാണ്, അത് നമ്മൾ പാർട്ട് 2 ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് അഞ്ജു ഗർബന്ത, ഇവരാണ് ഇതിൻ്റെ റൈറ്റർ. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.